വീട്ടിൽ തനിയെ ഇരുന്ന് മടുത്തപ്പോൾ ഞാനും പിന്നെ കൂടെ വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ്. നടക്കാൻ മാത്രമല്ല, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങി പാർക്കിലൊക്കെ ഒന്ന് പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് ഓർത്ത് ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഇറങ്ങിയപ്പോൾ സമയം ഇപ്പോൾ 4 മണി 4:30 കഴിഞ്ഞിട്ടുണ്ട്, 4:45 കഴിഞ്ഞു. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. വെയിലുണ്ട്, പക്ഷേ ചൂടില്ല വെയിലിൽ. നമ്മളിവിടെ ഹാലാമിരാസ്ക പാർക്കിൽ വന്നേക്കാണ്. ഇപ്പോൾ പാർക്കൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിറച്ച് ചെടിയൊക്കെ നട്ട് വെച്ച് എല്ലാം നല്ല ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. മൊത്തം മറ്റേ ട്യൂലിപ്സ് എന്ന് പറയുന്ന ചെടിയില്ലേ, അതാണ് നട്ട് വെച്ചേക്കുന്നത്. പൊന്നെന്താ പറയാനുള്ളത്? അപ്പോൾ കൂട്ടുകാരെ നമുക്ക് പാർക്കിൽ പോവാം. പൊന്നിൻ്റെ വീട്ടിൽ ചിൽഡ്രൻസ് പാർക്കുണ്ട് കുറച്ച് അപ്പുറത്തെ, അത് ഞാൻ കാണിച്ചു തരാവേ. ഒരു പാട്ട് പാടുമോ? പുള്ളി മണ്ണിരി വള്ളി പെണ്ണിന് കണ്ട നേരത്ത് കള്ള കൺമൊഴി കാട്ടിനരും വള്ളി നിരക്ക് കണ്ണി പെൺകുടി നിന്നെ കെട്ടുവാൻ പുള്ളം തുള്ളിടുന്നേ നിന്നെ കെട്ടുവാൻ എൻ മനസ്സിൽ മോഹം തോന്നുന്നേ അയ്യടാ നല്ല വേണ്ട നിന്നോട് കൂടി കണ്ണാടാ കാട്ട് രാജന്റെ പുത്രിയാണി ഓർക്കണം വേടാ. എനിക്ക് കാട്ടിനുള്ളിലൂടെ അങ്ങ് പോകണം കേട്ടോ. അപ്പോൾ ഒരു ചിൽഡ്രൻസ് പാർക്കിലോട്ട് പോണ വഴിക്ക് പബ്ലിക് ജിമ്മൊക്കെ ഉണ്ട്. ഇതിപ്പോൾ സമ്മറായി കഴിഞ്ഞപ്പോഴാണ് ഇത്രയും നല്ലൊരു ഗ്രീനറി ഒക്കെ വന്നത്. വിൻ്ററിൽ വന്നപ്പോൾ ഇവിടെ ഒരൊറ്റ ഇല പോലും ഇല്ലാണ്ട് വരണ്ട് ഉണങ്ങി കിടക്കുകയായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെ ഇവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. നമുക്കൊരു പേപ്പറോ കടലാസോ ഒന്നും ഇവിടെ കാണാൻ പറ്റില്ല. പക്ഷെ ആകെ ഒരു പ്രശ്നമുള്ളത്, ഇവിടെയുള്ള ആളുകൾക്ക് ഡോഗ്സാണ് കൂടുതൽ. ആ ഡോഗ്സിനെ അവർ പുറത്തേക്ക് നടത്താനൊക്കെ കൊണ്ടുവരുമ്പോൾ അവർ ഈ ഇതിന് ഉള്ളിലോട്ടൊക്കെ കയറ്റിയാണ് പട്ടി കാര്യങ്ങളൊക്കെ സാധിക്കുന്നത്. അത് കാരണം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് കയറാനായിട്ട്. ഡോഗ്സിനെ അലോ ചെയ്യില്ലാത്ത സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് ധൈര്യമായിട്ട് കയറാം. എന്തായാലും പറയാനുണ്ടോ പിന്നെ? ഫുൾ കാട് പോലെ ആയിട്ടുണ്ട്. അപ്പൂപ്പന്തായിട്ട് എനിക്കൊന്നും പറ്റില്ല. എനിക്കൊരു കോട്ട മേടിച്ചത് എൻ്റെ കൈ പോലും കാണത്തില്ല. ഞാനല്ലല്ലോ അത് വാങ്ങി തന്നെ. അച്ഛനോട് തന്നെ ചോദിച്ചു. എനിക്കിപ്പം മുടി പോലും തൊടാൻ പറ്റുന്നു. ഫസ്റ്റ് നമുക്ക് എക്സസൈസ് പറക്കി പോവാം.
ഉണ്ട്. ഇതിൻ്റെ അകത്തോടെ നിറയെ മഞ്ഞ പൂക്കളുണ്ടായി നിൽക്കുന്നുണ്ട്. അത് ഇതിലെ സീഡ് കൊണ്ടിടുന്നതെന്നാട്ടോ പറഞ്ഞത്. അത് കൊണ്ടിട്ട് മുളച്ച് നല്ല മഞ്ഞ കളറിൽ ഇഷ്ടം പോലെ നിറച്ചുണ്ട്. സ്കൂളില് പൂക്കള് കൊണ്ടുവന്ന് മണ്ണിൽ നട്ടു വെക്കണം. അന്നേരം ഒരു ബേസിലൊക്കെ നട്ടു വെക്കണം. പൊന്നിന് ഇവിടുത്തെ സ്കൂളാണോ ഇഷ്ടം, നാട്ടിലെ സ്കൂളാണോ ഇഷ്ടം? ഇവിടുത്തെ. അതെന്താ? ഇവിടുത്തെ സ്കൂളിൽ TV ഉണ്ട്. ഇവിടുത്തെ ക്ലാസ്സിൽ ഒരു ഭിത്തി നിറയെ വലിപ്പമുള്ളൊരു TV ഉണ്ട്. അത് അവർ എന്താ പറയുന്നത്, മറ്റേ മെമ്മറി ഗെയിമൊക്കെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിലിവരൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. പിന്നെ ഫ്രീ ടൈമിൽ ക്യാൻഡി. അതെന്താ? ഒരു വീഡിയോ. ചിലപ്പോൾ ഒരു വീഡിയോ ഒക്കെ വെച്ച് കൊടുക്കും. അതുകൊണ്ട് ഇവിടുത്തെ സ്കൂളാണ് ഇഷ്ടം എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല ഇവിടെ കുറേ എന്താ പറയുക, നാട്ടിലെ സ്കൂള് പഠിപ്പീര് വെച്ച് നോക്കുമ്പോൾ നാട്ടിലെ സ്കൂളാട്ടോ നല്ലത്, നല്ല രീതിയിൽ പഠിപ്പിക്കുന്നത്. ഇവിടെ കുറച്ച് പ്രാക്ടിക്കലാണ്, ഇവരെ കൊണ്ട് ഓരോന്നോരോന്ന് ചെയ്യിപ്പിക്കുകയാണ് കൂടുതലും. ഹോംവർക്കൊന്നുമില്ല. ഒരു ഫ്രൈഡേ ഹോംവർക്ക് കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ പിറ്റത്തെ ഫ്രൈഡേ ആണ് അത് സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ 1 വീക്കോളം ടൈമുണ്ട്. പിന്നെ അത് മാത്രമല്ല, എന്താ പറയുന്നത്, ഇവിടെ തന്നെ നമ്മൾ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എഡ്യൂക്കേഷനാണ് നല്ലത്. പക്ഷേ നമ്മളൊക്കെ എന്ന് പറയുമ്പോൾ ഇവിടെ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ എഡ്യൂക്കേഷനിൽ നിന്ന് നേരെ അവിടുത്തെ എഡ്യൂക്കേഷനിലോട്ട് മാറുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. പിള്ളേർ ഇതിൽ സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. കാഴ്ച ഉണ്ടോ, വലിയൊരു ഡോഗ് നടക്കുന്നുണ്ടോ? ഒന്നും ചെയ്യോ പൊന്നോ, പിക്കോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ പബ്ലിക് ജിമ്മ്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ഇവിടെ വന്ന് റീൽസൊക്കെ ഇടാറുണ്ട്. നിങ്ങൾ കാണാറുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ ഒരു സാറ്റർഡേയിലത്തെ ഈവനിങ് ടൈമാണിത്. വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.